കൊല്ലം പുല്ലൂർ ആളുകേറ മലയിലെ ദുരൂഹ കൊലപാതകത്തിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചതായി പോലീസ്. കാണാതായ 4 പേരുടെ വിവരങ്ങൾ കേന്ദ്രീകരിച്ച് മരിച്ചയാൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൊലയാളിയിലേക്കുമുള്ള നിർണായക വിവരങ്ങൾ പോലീസിൽ ലഭിച്ചിട്ടുണ്ട്. CCTVകളും കോൾ ഡംപിംഗും അടക്കമുള്ള പരിശോധനയും നടത്തിയാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത്. മൃതദേഹത്തിന്റെ ശാരീരിക അളവുകളും ഇടതുകാലിലെ വൈകല്യമടക്കമുള്ള അടയാളങ്ങളും രജിസ്റ്റർ ചെയ്യപ്പെട്ട മിസ്സിംഗ് കേസുകളിൽ ആർക്കെങ്കിലും ഉണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. ഇതിനായി പരാതിക്കാരുടെ വീടുകളിലടക്കമെത്തി പോലീസ് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അത്തരമൊരു സൂചനയിലേക്ക് എത്തിയാൽ DNA പരിശോധന നടത്തും. DNA പരിശോധനാ ഫലം വരുന്നതോടെ കൊല്ലപ്പെട്ടതാരാണെന്ന് വ്യക്തമാകും. പലരെയും വെരിഫൈ ചെയ്ത് വരുന്നു. ടൈം എടുക്കുന്നതാണ് എല്ലാ ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സും. അതുപോലെ തന്നെ ക്രൈം സീൻ തറോ സെർച്ച് ചെയ്തിട്ടുണ്ട്. അവിടെ കാർഡുകളെല്ലാം മാറ്റി 10 പേരടങ്ങുന്ന ഒരു ടീം വളരെ സൂക്ഷ്മമായിട്ട് ക്രൈം സീൻ സെർച്ച് ചെയ്തിട്ടുണ്ട്. കുറച്ച് കൂടി എവിഡൻസ് അവിടെ നിന്ന് കിട്ടിയിട്ടുമുണ്ട്. വീണ്ടും സെർച്ച് തുടരും. കൊലയാളിയിലേക്ക് എത്താനുള്ള തുമ്പുകളും പോലീസ് തേടുകയാണ്. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടങ്ങി. സ്ഥലത്തെ കാർഡുകൾ തെളിച്ച അന്വേഷണത്തിനായി 10 അംഗ സംഘത്തെയാണ് നിയോഗിച്ചിട്ടുള്ളത്. പരിശോധനയിൽ മൃതദേഹം കത്തിക്കാൻ ഇന്ധനം വാങ്ങാൻ ഉപയോഗിച്ചതായി കരുതുന്ന കന്നാസ് ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് പുറപ്പെട്ട അന്വേഷണ സംഘം ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. 24 കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.